ടു ബിനോമാസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി സൂപ്പർ ഹാപ്പിയായി അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെ പുതിയ വർഷം തുടങ്ങി 3-ാമത്തെ മാസം തുടങ്ങിയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എത്ര വേഗമാണ് മാസവും ദിവസവും ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരി പകുതി ആയപ്പോൾ ഏകദേശം ഒരു 20 ആയപ്പോൾ തന്നെ എൻ്റെ അടുക്കളയിലുള്ള സാധനങ്ങൾ മിക്കവാറും എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ജനുവരിയിൽ ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ കുറച്ചധികം എല്ലാം ക്വാണ്ടിറ്റി എല്ലാം കുറച്ച് കൂടുതലാണ് പർച്ചേസ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ എനിക്ക് പർച്ചേസിങ്ങിന് പോകേണ്ടി വന്നില്ല. അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അത്യാവശ്യം സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങി. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ തട്ടിയും മുട്ടിയും പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ രക്ഷയില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഓടിപ്പോയി സാധനങ്ങൾ വാങ്ങിയ ഒരു ദിവസമായിരുന്നു അന്ന്. എല്ലാ തവണത്തെയും പോലെ ഞങ്ങൾ ഡിമാർട്ടിൽ പോയിട്ട് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. എപ്പോഴും വിചാരിക്കും ഡിമാർട്ടിൽ പോകുമ്പോൾ നേരത്തെ പോകണം, എന്നിട്ട് നേരത്തെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് എല്ലാം അതത് സ്ഥാനത്തേക്ക് എടുത്തു വെക്കണം. അതങ്ങനെ ആ കൊണ്ടുവന്ന ദിവസം തന്നെ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാനും പറ്റില്ല. അതും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ വന്ന് എല്ലാ സാധനങ്ങളും അതത് സ്ഥാനത്ത് വെച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്തവണ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്നാൽ നേരത്തെ പോയിണ്ടാവും. സാധാരണ പോകുന്നതിനേക്കാളും ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ മാസം ഗ്രോസറി ഷോപ്പിങ്ങിന് പോയത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സമാധാനത്തോടെ ഉറങ്ങണമല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ അത് അന്നത്തെ ദിവസം തന്നെ എല്ലാം അതത് സ്ഥാനത്തേക്ക് എടുത്തു വെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുകയും ചെയ്തു. സത്യത്തിൽ പറഞ്ഞാൽ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോൾ ഭയങ്കര നഷ്ടത്തിലാണ് ഞങ്ങൾ തിരിച്ചു വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഞാൻ സായുജിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇന്ന് തന്നെ എന്തായാലും എടുത്ത് വെക്കണം, നാളത്തേക്ക് എനിക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സായുജി പറഞ്ഞു ശരി എന്നാൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ കാണിക്കുന്ന ശുഷ്കാന്തി ഒന്നും എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ എടുത്ത് വെക്കുന്നതിൽ ആ ഒരു ശുഷ്കാന്തി ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ടയേർഡായിരിക്കും നമ്മൾ പോയി പർച്ചേസിങ്ങും നൈതികൂട്ടനെയും കൊണ്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ അവിടെ എപ്പോഴും തിരക്കായിരിക്കും. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ടയേർഡായിരിക്കും. അപ്പോൾ സായുജി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു ആവേശത്തിൽ എനർജിയായി തോന്നി. അപ്പോൾ വേണ്ട നമുക്ക് റെസ്റ്റ് എടുത്തോ ഞാൻ ചെയ്തോളാം എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് എത്തി. പക്ഷേ കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സായുജിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ഇനി ഒരടി മുന്നോട്ട് പോകില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് രാവിലെ പുലർച്ചെ വരെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ അവസാനം ഞാൻ സായുജിനെ വിളിച്ചു. സായുജി എന്നെ കുറേ ഹെൽപ്പ് ചെയ്ത് തന്നു. എല്ലാം സ്റ്റാക്ക് ചെയ്ത് വെക്കാനും അതായത് ഓരോരോ സാധനങ്ങൾ കൊണ്ടുവെക്കാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. അപ്പോൾ സായുജിനെ വിളിച്ചപ്പോൾ തന്നെ ബൈ 1 get 1 ഫ്രീ ഓഫർ ഉള്ളതുപോലെ തന്നെ എൻ്റെ നൈതികൂട്ടനും കൂടെ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ തത്രപ്പാടിൽ എങ്ങനെയൊക്കെയോ എല്ലാ സാധനങ്ങളും അതത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുന്നതിനിടയിൽ ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് എടുത്ത് വെക്കുമ്പോൾ നൈതികുട്ടം വന്ന് ചിലതൊക്കെ അങ്ങ് തട്ടിക്കളയും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കലും സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കലും ഒക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ അരിപ്പൊടി മൈദപ്പൊടി അതൊക്കെ നമ്മളെ കിച്ചണിലെല്ലാവരും ഒരേ സ്ഥലത്താണല്ലോ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. അതുകൊണ്ട് ഞാൻ റീഫിൽ ചെയ്യുന്ന സമയത്തും ഒരുമിച്ചുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അത് റീഫിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. അതായത് കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് റീഫിൽ ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ബോട്ടിൽസ് എടുത്ത് അതിനകത്തേക്ക് റീഫിൽ ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് നമ്മളെ പണി കുറച്ചുകൂടെ എളുപ്പമാവുന്നൊരു കാര്യം കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ എല്ലാ മാസത്തെയും ഗ്രോസറി ഷോപ്പിങ്ങിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 ഐറ്റംസാണ് ബിരിയാണി റൈസും ബസ്മതി റൈസും. ഈ സിമിലർ ആയിട്ടുള്ള 4 ബോക്സസിലാണ് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ ആട്ടപ്പൊടി പിന്നെ പച്ചരി നമ്മളെ ബസ്മതി റൈസ് ജീര റൈസ് അതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ സിമിലർ ആയിട്ടുള്ള ബോക്സസിലാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് ഞാൻ ഈ ബസ്മതി റൈസും ജീര റൈസൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായുജ് ഓഫീസിൽ പോകുന്ന ദിവസം ഞാനും അച്ഛനും നൈതികൂട്ടനും മാത്രമാകുമ്പം ലഞ്ചിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നടക്കും. അച്ഛനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, നൈതികൂട്ടനും ഇഷ്ടമാണ്. സായുജിന് ഇഷ്ടമാണ് കഴിക്കും, പക്ഷേ എന്നാലും മനസ്സറിഞ്ഞ് അങ്ങോട്ട് കഴിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ മാത്രം ഉണ്ടാകുമ്പോഴാണ്, അതായത് ഈ ടൊമാറ്റോ റൈസ് പിന്നെ നമ്മളെ പുലാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മാത്രം ഉള്ളപ്പോഴാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിമിലർ ആയിട്ടുള്ള 4 ബോക്സസ് വാങ്ങിയിട്ടുള്ളത്. നമ്മളെ കിച്ചൺ ഡോർ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഞാൻ നമ്മുടെ കിച്ചണിൽ ടോൾ യൂണിറ്റ് കൊടുക്കാണ്ട് നമ്മൾ ഒരു മാസത്തെ ഗ്രോസറി ഷോപ്പിങ്ങിൽ ബാക്കി വരുന്ന എക്സ്ട്രാ ആയിട്ട് വാങ്ങുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അയക്കേണ്ട ഈ വലിയൊരു കണ്ടെയ്നറിലാണ് ഇട്ട് വെക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എനിക്കത് നിറഞ്ഞ് കവിഞ്ഞ് ഉള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല. അത്രയും വലിയൊരു ബോക്സാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അതിനത് എന്താ പറയുക വലിയൊരു സ്പേസും ആവശ്യമായിട്ടില്ല. അപ്പോൾ അതിനകത്തോട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള സീലിംഗ് ക്ലിപ്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാം സീൽ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ
എൻ്റെ കയ്യിൽ ചെറിയൊരു മിനി സീലിംഗ് ക്ലിപ്പ് ഉണ്ടല്ലോ, നമ്മളെ പ്ലാസ്റ്റിക് ബാഗൊക്കെ സീൽ ചെയ്യാൻ പറ്റുന്ന, അത് ഉപയോഗിച്ചിട്ടും ചിലതൊക്കെ ഞാൻ ഈ പൗഡേഴ്സൊക്കെ ഉണ്ട്, മസാല പൗഡറൊക്കെ ബാക്കി വരുന്നത്, അങ്ങനെയാണ് സീൽ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ ഏകദേശം എടുത്ത് വെച്ച് തീരാറായി. ഞാൻ എടുത്ത് വെക്കുന്നതൊക്കെ നൈതിക്കുട്ടനെ എടുത്ത് തിരിച്ചു കൊണ്ടുപോവാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് പോയി കിടന്നുറങ്ങാലോ എന്ന് വിചാരിക്കുമ്പം ഈ ഉടുതുണിയില്ലാത്തവൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് തിരിച്ച് ഞാൻ എവിടെയൊക്കെയോ കൊണ്ടാക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് നൈതിക്കുട്ടൻ്റെ കാര്യം. പിന്നെ നൈതിക്കുട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവന് ക്യാഷ്യൂ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ മുന്നേ വീഡിയോ കണ്ടവർ ശ്രദ്ധിച്ചവർക്കൊക്കെ അറിയുന്നുണ്ടാവും, അവനൊരു ക്യാഷ്യൂനട്ട് ലവറാണ്. ഭയങ്കര കണ്ടോ അവൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ കണ്ടോ, ആ ഒരു ക്യാഷ്യൂനട്ട് കണ്ടത് അമ്മ ക്യാഷ് തരൂ, അമ്മ ക്യാഷ് തരൂ പറയാണ് അവൻ. അപ്പോൾ അഥവാ ഞങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പറയാം, അമ്മ വാ ഞാൻ കാണിച്ചു തരാം, എവിടെയാണ് വെക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, അങ്ങനെയൊക്കെ പറയും. നല്ല രസമാണ്. അവന് ക്യാഷ്യൂനട്ട് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ക്യാഷ്യൂനട്ട്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത പോലെ ചോക്ലേറ്റ്സ് ഒക്കെ മാറ്റി വെക്കുന്നത് പോലെ ഇനി ക്യാഷ്യൂനട്ടും മാറ്റി വെക്കേണ്ടി വരും. കാരണം ഒരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കഴിക്കാൻ പാടില്ലല്ലോ, ദഹനത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും അവന് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊണ്ട് ഇനിയിപ്പോൾ അതും അതിൻ്റെയും സ്ഥലം ഞാൻ മാറ്റി വെക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു നെയ്യിടുന്ന പാത്രം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കിച്ചൺ ടൂർ കണ്ടിട്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ പേർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഷെയർ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഡിസൈൻസും സെയിം ഡിസൈൻസൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു ആമസോണിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക. ആവശ്യമുള്ളവർ എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്ക്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്, ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സായുജും അവസാനമായപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നായിരുന്നു. കാരണം നമ്മൾ സാധനങ്ങൾ എടുത്ത് വെക്കുക മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ഷൂട്ടിങ്ങും കൂടെ ചെയ്യുമ്പം ഭയങ്കര ഒരു സ്ട്രെസ്സാണ്. അത് ചെയ്യുന്നവർക്ക് ശരിക്കും മനസ്സിലാവും ആ ഒരു സ്ട്രെസ്സ്. നൈതിക്കുട്ടനുണ്ട്. നമ്മൾ പീസ്ഫുള്ളായിട്ട് ഇരുന്നിട്ട് ചെയ്യുന്നതും അതല്ലാണ്ട് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊക്കെ എനിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ. പക്ഷേ ഇപ്പോൾ തുടങ്ങിപ്പോയതുകൊണ്ട് എന്തായാലും അവസാനിപ്പിച്ചല്ലേ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സായുജും കുറേ ഹെൽപ്പ് ചെയ്ത് തന്നു. അച്ഛനും നൈതിക്കുട്ടനും കുറച്ച് സമയം കളിച്ചു. പിന്നെ നൈതി വന്നു. അപ്പോഴേക്കും ഞങ്ങളെ സാധനങ്ങളൊക്കെ റെഡിയായി. ഞങ്ങളെല്ലാം അൺപാക്ക് ചെയ്ത് ഓരോരോ സ്ഥലത്തേക്ക് വെക്കാൻ തുടങ്ങി. അവസാനം ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. നൈതിക്കുട്ടന് മാത്രം നേരത്തെ ഫുഡ് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എനിക്ക് തോന്നിയത് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് നല്ലത് കുറച്ച് നേരമെങ്കിലും നന്നായി സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.